ഹിന്ദുക്കളുടെ വികാരമാണ് രാമക്ഷേത്രം. അതാരുടെയും മറ്റു മതത്തിനുള്ള വിദ്വേഷമല്ല. ആ വികാരത്തിന് എതിരെ നിൽക്കുന്ന ആരായാലും മലവെള്ളച്ചാട്ടം പോലെ ആ വികാരം ഇങ്ങനെ കുത്തിയൊലിച്ചു വരുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഏത് ശക്തിയായാലും അവരാ വികാരം മലവെള്ളച്ചാട്ടത്തിൽപ്പെട്ട് ഒഴുകി രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയായിരുന്നു. എല്ലാ ഭവനങ്ങളിലും വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞാൽ അതായത് എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞ രാമപ്രതിഷ്ഠ നടക്കുന്ന സമയം അത് ഒരു ഹിന്ദു വികാരമാണ്. ആ ഹിന്ദു വികാരത്തിന് വിശ്വാസമുള്ളവർ എല്ലാ ഭവനത്തിലും അത് ജാതിമത വ്യത്യാസമില്ലാതെ രാമനെ ഇഷ്ടപ്പെടുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ ദീപം തെളിക്കുക എന്നുള്ളത് ഞാൻ ആഹ്വാനം ചെയ്ത് ഉൾക്കൊള്ളട്ടെ, ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവർ ഉൾക്കൊള്ളണ്ട എന്നുള്ളൊരു ആശയത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ്, ദൈവമാണ്. യേശുക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് ദൈവപുത്രനാണ്, ദൈവമാണെങ്കിൽ അതേ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ദൈവമാണെങ്കിൽ അതോടൊപ്പം തന്നെയാണ് ഹിന്ദുക്കൾക്ക് ശ്രീരാമൻ ദൈവമാണ്. മാത്രമല്ല ശ്രീരാമചന്ദ്രൻ എന്ന ആ ആശയവും ആ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ആദ്യം തുടങ്ങുന്നത് ആലപ്പുഴക്കാരിൽ നിന്നാണ്. ഏതാണ്ട് 1949 74 കൊല്ലങ്ങൾക്ക് മുമ്പ് ആലപ്പുഴക്കാരനായ ഒരു കളക്ടർ. പക്ഷേ ഇന്നിപ്പോൾ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇതുമായിട്ടൊരു കേസുണ്ടായി, ആ കേസുമായിട്ട് വിധിയുണ്ടായി. രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്ക് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി 2.5 ഏക്കർ ചോദിച്ചെങ്കിൽ 5 ഏക്കർ കൊടുത്ത് ഒരു സമവായത്തിലൂടെ ഒരു ജഡ്ജിമെൻ്റ് ഇന്ത്യയിലുണ്ടായി. അതനുസരിച്ച് രണ്ടുമുട്ടരും അവരുടേതായ ആരാധനാലയങ്ങൾ പണിയുന്നു, പടുത്തുയർത്തുന്നു. അതിൽ നമ്മൾ മതവിദ്വേഷത്തിന് കാണുന്നു. അത് മതവിദ്വേഷം കുത്തിയിളക്കി നമ്മൾ തമ്മിൽ തല്ലിപ്പിക്കുന്ന ശക്തികൾ ആര്, എന്തിനു വേണ്ടി? രാമക്ഷേത്രം പണിയട്ടെ, മുസ്ലിങ്ങൾ അവരുടേതായ ആചാരപ്രകാരമുള്ള ക്ഷേത്രം അവിടെ പണിയട്ടെ. ഇത് രണ്ടും ഒരു കോടതി വിധിയിലൂടെ ഉണ്ടായ ആ തീരുമാനം. എന്നൊരു കോടതി വിധിയാണല്ലോ നമുക്ക് പരമോന്നതമായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം. ആ സത്യത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാം മതസൗഹാർദ്ദമാണ് ഇഷ്ടപ്പെടുന്നത്. ആ മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മതവിദ്വേഷം ഇല്ലാതെ രാമക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ഒരു വികാരമാണ്. ആ വികാരം കോൺഗ്രസും CPM ഒന്നും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. അത് ഓരോരുത്തരും ഇഷ്ടം. കാരണം പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഓരോരുത്തരും ഇഷ്ടവും വിശ്വാസവുമാണ്. അതുപോലെ ഇഷ്ടപ്പെടുന്നവരെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ്സിലുള്ളവരായാലും ഏത് പാർട്ടിയിലുള്ളവരായാലും ശ്രീരാമക്ഷേത്രത്തിൻ്റെ ആ സമർപ്പണത്തെയും ആ ക്ഷേത്രത്തെയും അവരാദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അതിനെതിരായ ഒരു ശബ്ദം ഒരു ഹിന്ദുവിൽ ജനിച്ച ഒരു രാഷ്ട്രീയക്കാരിലും മനസ്സുകൊണ്ടുണ്ടാകില്ല. പിന്നെ രാഷ്ട്രീയ തീരുമാനങ്ങൾ വോട്ടിന് വേണ്ടിയാണ്. വോട്ടിന് വേണ്ടി പലർക്കും പലതും തീരുമാനിക്കാം. പക്ഷെ അതിനുപരി ഒരു സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് രാമക്ഷേത്രം. അതാരുടെയും മറ്റു മതത്തിനുള്ള വിദ്വേഷമല്ല. ആ വികാരത്തിന് എതിരെ നിൽക്കുന്ന ആരായാലും മലവെള്ളച്ചാട്ടം പോലെ ആ വികാരം ഇങ്ങനെ കുത്തിയൊലിച്ചു വരുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഏത് ശക്തിയായാലും അവരാ വികാരം മലവെള്ളച്ചാട്ടത്തിൽപ്പെട്ട് ഒഴുകി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.